ഹായ് ഹലോ. നമ്മൾ ഗുഡ് ഈവനിങ്ങിൽ നമ്മൾ കുറച്ച് മൈസൂർ പാക്ക് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനം എടുത്ത് നമ്മൾ കുറച്ച് കടലമാവൊക്കെ എടുത്ത് ഗൈസ് ഒന്ന് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2 കപ്പ് എടുത്താണ് ഞാൻ ചൂടാക്കിയത്. അതിലാണ് നമ്മൾ പാളിപ്പോയൊരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണത്. അതുകൊണ്ടൊക്കെ സക്സസ് ആയതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ പാളിപ്പോയൊരു മൈസൂർ പാക്കിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, കാണാണ്ടിരിക്കരുത്. ഒരാളെ പ്രയത്നമാണ് ഇല്ലാണ്ടായത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം, കാണാണ്ടിരിക്കരുത്. നല്ല പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കുകയാണ്. നെയ്യ് ചൂടാക്കുകയാണ്. കപ്പളവൊന്നുമല്ല, കൈ കണക്കാണ്. അത് ഓയിൽ ഒഴിച്ച് അത് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച്, അധികം വറുത്തിട്ടൊന്നുമില്ല, പൊടി ചൂടാക്കി വെച്ചുകൊണ്ട് ഇനി നെയ്യ് കുറച്ച് തടവി കൊടുത്ത് ആ പാത്രത്തിലേക്ക് അങ്ങനെ തടവി കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതൊക്കെ സെറ്റാകുന്നുള്ള പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ നമ്മളിത് ചൂടായി കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ പ്രിയപ്പെട്ട പഴയകാല ചീഞ്ചട്ടി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് ഗൈസ്. 2 കപ്പിന് 2 കപ്പ് തന്നെ പഞ്ചസാര വേണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അതിലേക്ക് ഒഴിച്ച വെള്ളം കുറവായിപ്പ്. അങ്ങനെ നമ്മൾ ഒറ്റനൂൽ പരുവാക്കുകയാണ്. ആക്കി കൈ പൊള്ളുന്നതൊക്കെ ഉണ്ട്. ഒന്നും നോക്കണ്ട, പൊള്ളി പോകുന്നതും ഒക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ലാന്ന്. അങ്ങനെ പോട്ടെ. ഇരുട്ടത്ത് വിട്ടുപോയി അങ്ങനെ നമ്മൾ ഇരുട്ട് നോക്കണ്ട. അത് നമ്മൾ മൈസൂർ പാക്കിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അതന്നെ. അങ്ങനെ നമ്മൾ കൈ പൊള്ളിയൊന്നും നമ്മൾ കണ്ടോന്നോ അതാക്കണം. 150 പരുവൊക്കെ ആക്കി പൊടി ഇടാൻ തുടങ്ങി. എൻ്റെ മക്കളെ, പൊടി ഇട്ടിട്ട് ഒരു പരുവായാൽ നിർത്തണ്ടേ പെൺകുട്ടി? ഇല്ല, ആ പൊടി മുഴുവൻ അതിലിടണം എന്നുള്ള തീരുമാനമാണ്. 1 കപ്പ് പഞ്ചസാര ലൈനിലേക്ക് എങ്ങനെ 2 കപ്പ് പൊടിയിടുക? ഒന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് എടുത്ത് ചാടുക. അതന്നെ, പുഴയിലേക്ക് എടുത്ത് ചാടണമാതിരി. അത് കുളമാക്കി കൈമ തന്നാൽ സമാധാനമാവും പെൺകുട്ടിക്ക്. അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഉണ്ടായിപ്പോയി മറ്റേത്. അത് കഴിഞ്ഞതിന് ശേഷം നെയ്യ് ഒഴിച്ച് നമ്മൾ സെറ്റാക്കുകയാണ്. അങ്ങനെ ആക്കി അങ്ങോട്ട് വെച്ചാൽ മതി. അതും ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്തത് വിഡ്ഢിത്തരായിപ്പോയി. വീഡിയോ പോസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തത്, ഒരു നുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നല്ല എണ്ണ വരെ ഇതാക്കി. അങ്ങനെ നമ്മളെ മൈസൂർ പാക്ക് കുളമായി. അതാണ് കുളമാവാൻ കാരണം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച്. മായം നമ്മൾ മൈസൂർ പാക്കിൽ ചേർത്താൻ പാടില്ല. നമ്മൾ ബേക്കറി ഐറ്റംസിൽ ഏറ്റവും മായം കലരാത്തതായ സാധനം ഉണ്ടെങ്കിൽ മൈസൂർ പാക്കാണ്. കാരണം വെച്ചാൽ മായം ചേർത്തിയാൽ അത് മൈസൂർ പാക്കാവൂല. ബാക്കി എല്ലാത്തിലും മായം ചേർത്തിയാൽ ഒരുവിധം അത് ഇതായിത്തീരില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അത് സത്യമാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. എനിക്കറിയുന്ന ഒരു അറിവാണ്. എൻ്റെ മാമൻ്റെ മോൻ ബേക്കറിയൊക്കെ നടത്തിയതാണ്. അപ്പോൾ അവൻ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോൾ ബേക്കറി വാങ്ങണമെങ്കിൽ മൈസൂർ പാക്ക് വാങ്ങിയാൽ മതി, അത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അത് മായം ചേർത്താത്തൊരു സാധനം. നമ്മളെ ഉണ്ണേട്ടൻ നീച്ച് വന്ന് മൈസൂർ പാക്ക് തന്ന്, കുഴപ്പമില്ല, കടയിലേക്കൊന്നുമല്ലല്ലോ, ഞമ്മക്കല്ലേ മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് പറയണം. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും നന്നാക്കി വരുന്നതായിരിക്കും. എൻ്റെ മക്കൾക്കൊക്കെ ഉമ്മ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കിന്നാരം പറഞ്ഞതാട്ടങ്ങളോട്. പിന്നെ നമ്മൾ അമ്മായി തിന്നുന്നുണ്ട്. അമ്മായി പറഞ്ഞ് കുറച്ച് മധുരം കൂടിപ്പോയി, മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഇത് മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റ് ആണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൈസൂർ പാക്ക്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ് ടേസ്റ്റ് ഉണ്ട്, ഭംഗിയില്ല. ടാറ്റ.